വ്യത്യസ്തമായ പല പല മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കവെയാണ് ഈ ഒരു അവസരത്തിന്റെ സാധ്യതയെ തിരിച്ചറിയുന്നത്. ഇവിടെ സാറ് സൂചിപ്പിച്ചു, മാതൃഭൂമിയിൽ ജോലി ചെയ്തു വരിക. 15 വർഷത്തോളം മാതൃഭൂമി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. എന്നാൽ എന്നെ സംബന്ധിച്ച് വളരെയേറെ എന്താ പറയാ, ചെറുപ്പം മുതൽ പല പല മേഖലകളിലൂടെ ജോലി ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിന്റെ ഈ അനന്തമായ സാധ്യതയിലേക്ക് കടന്നു വന്ന, ഇന്ന് പുതിയ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള പല ആളുകളും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ജോലി തേടി പല പല മേഖലകളിൽ കടന്നു പോയിട്ടുണ്ടാവാം. ഒരുപക്ഷെ ആദ്യമായി ഒരു ജോലിയിൽ പ്രവേശിച്ചവരുണ്ടാവാം, ആ സമയത്ത് ഈ അവസരം കേട്ടവരുണ്ടാവാം. എന്നാണെങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിന്റെ ഈ ഒരു അവസരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ ഫ്ലാഷ് ബാക്കിലൂടെ തന്നെ കടന്നു പോകാം. കാരണം മറ്റൊന്നുമല്ല, ജീവിതത്തിൽ വിജയിക്കണം, എന്തെങ്കിലുമൊക്കെ വരുമാനം നേടിയെടുക്കണമെന്ന് ചെറുപ്പം മുതലേ ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ചെറുപ്രായത്തിൽ മുതൽ തന്നെ നല്ല രീതിയിൽ പഠനത്തോടൊപ്പം UP സ്കൂൾ കാലഘട്ടത്തിൽ മുതൽ തന്നെ പഠനത്തോടൊപ്പം പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, വളർന്നു വന്ന സാഹചര്യം അങ്ങനെയായിരുന്നു. വളരെ എന്താ പറയാ, ഒന്നുമില്ലായ്മയിൽ നിന്ന്, അച്ഛൻ കണ്ണൂർ ജില്ലക്കാരനാണ്. ചെറിയ പ്രായത്തിൽ തന്നെ 10-15 വയസ്സായപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു കുടുക്കയുമായിട്ട് വയനാട് കയറി. അങ്ങനെ വയനാട്ടിൽ വന്ന് വരുന്ന വഴി നടവയൽ ഭാഗത്തെത്തിയപ്പോൾ നല്ലൊരു വീടൊക്കെ കണ്ടപ്പോൾ അവിടെ ഇറങ്ങി, ബസ് ഇറങ്ങി, അവിടെ കൂലിപ്പണിയൊക്കെ എടുത്ത് അങ്ങനെ അവിടെ കൂടി വയനാട് ജില്ലയിൽ നിന്ന് തന്നെ കല്യാണമൊക്കെ കഴിച്ച്, എൻ്റെ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മയിലുള്ള എൻ്റെ ഒരു വീട് എന്ന് പറയുന്നത് തന്നെ ഒരു മൺതിട്ട, ഒരാൾ പൊക്കത്തിലുള്ള മൺതിട്ട. ആ മൺതിട്ടയ്ക്ക് ചുറ്റോട് ചുറ്റും ഇല്ലി കുത്തി മടഞ്ഞ് പുറ്റുമണ്ണ് തേച്ച് ഇന്ന് നമ്മുടെ ഒരു ചെറിയ വീടിന്റെ ഒരു ഹാള് എന്ന് പറയുന്ന ആ ഒരു വലിപ്പം തന്നെ ഉള്ളൂ. അപ്പറയും ഇപ്പറയും 2 വാതിൽ ആനവായം പോലെ ഇങ്ങനെ മേഞ്ഞ്, പുല്ലുമേഞ്ഞ്, ആ ഹാള് പോലെയുള്ളതിൻ്റെ ഉള്ളിൽ അടുക്കള ഭാഗം തിരിച്ച് അതിൽ തന്നെ കിടപ്പ്, മറ്റു സാധനങ്ങൾ എല്ലാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ചെറുപ്പം മുതലേ അങ്ങനെ വളർന്ന് വരുന്നത് കണ്ടുകൊണ്ട് തന്നെ കുറച്ച് പ്രായമൊക്കെ എത്തിയപ്പോൾ UP സ്കൂൾ തലത്തിലെത്തിയപ്പോൾ പല പല രീതിയിൽ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കുന്നതിനുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നു. അത് തുടർന്നുകൊണ്ടേയിരുന്നു ഹൈസ്കൂൾ കാലഘട്ടത്തിലും അതുപോലെ തന്നെ കോളേജ് കാലഘട്ടത്തിലും. കോളേജ് കാലഘട്ടത്തിൽ ശേഷമാണ്, ഡിഗ്രി പഠനത്തിന് ശേഷമാണ് എന്തെങ്കിലും ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് കണ്ടെത്തണം, എന്തെങ്കിലും തൊഴിൽ നേടണം, വരുമാനം ഒന്നുകൂടി മാറ്റം വരുത്തി നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഏകദേശം ഒരു 15-20 വർഷങ്ങൾക്ക് മുന്നം അന്നത്തെ കാലഘട്ടത്തിൽ പത്രങ്ങളിലൂടെയാണ് അധികം തൊഴിലവസരങ്ങൾ. മാതൃഭൂമി, മനോരമ പോലെയുള്ള പത്രങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസം തൊഴിലവസരങ്ങൾ എന്ന് പറയുന്ന ആ പേജ് മാക്സിമം എന്താ പറയുക യൂസ് ചെയ്യുക, അത് മുഴുവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുക, അതിലേക്ക് എൻക്വയറി അല്ല കോൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു തൊഴിലവസരങ്ങൾ എന്ന് പറയുന്ന പേജിൽ വന്ന നമ്പറിൽ വിളിക്കുന്ന സമയത്ത് ഫോണിലൂടെ തന്നെ ഇന്റർവ്യൂ ചെയ്ത് താങ്കളെ സെലക്ട് ചെയ്തിരിക്കുന്നു, ഇന്ന ദിവസം ജോയിൻ ചെയ്തോളൂ, ഒരു താമസ സൗകര്യമുണ്ട്, ഒരു മാസത്തേക്കുള്ള ഡ്രസ്സുമായി കരുതി പോരെ എന്നൊക്കെ പറഞ്ഞു. അത് വളരെയേറെ സന്തോഷമായി. കാരണം ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു ജോലി ലഭിക്കുകയാണ്. ആ ജോലി കിട്ടി എന്ന സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ വളരെ വേഗത്തിൽ തന്നെയാണ് വയനാട്ടിൽ തന്നെയുള്ള എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, എടാ എനിക്ക് ഇന്നപോലെ ഒരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, നീയും ഒന്ന് ശ്രമിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അദ്ദേഹവും അതേ ദിവസം തന്നെ അന്ന് ആ നമ്പറിലേക്ക് വിളിക്കുകയും അദ്ദേഹത്തെ സെലക്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ വയനാട് ജില്ലയിൽ നിന്ന് തൃശ്ശൂർക്കാണ് കിട്ടിയിരിക്കുന്നത്, തൃശ്ശൂർ ജില്ലയിലേക്ക് പോവുകയാണ്. വീട്ടുകാരോടൊക്കെ പറഞ്ഞ് ആദ്യമായിട്ട് ജോലി കിട്ടി ആ ഒരു സന്തോഷത്തിൽ ഡ്രസ്സൊക്കെ ആയിട്ട് പോയി. വൈകുന്നേരമായപ്പോൾ അവിടെ എത്തി അവിടെ മാനേജറെ കണ്ട് സംസാരിച്ച് അങ്ങനെ റൂമൊക്കെ കാണിച്ചു തന്ന്, ഇന്ന് നേരത്തെ പോയി കിടന്നോളൂ, നാളെ അതിരാവിലെ എത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ വളരെയേറെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ രണ്ടും കുറേയേറെ സ്വപ്നങ്ങളുമായി അന്ന് കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോൾ അതിരാവിലെ തന്നെ എണീറ്റ് റെഡിയായി ഈ ഓഫീസിലെത്തിയപ്പോൾ ഒരു ഹാളിലേക്ക് കയറ്റി നോക്കുമ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ ഒരു 10-30ഓളം പേര് അവിടെയുണ്ട്. എന്താണ് എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ
കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ അടുത്ത് വരുന്ന ഒരു സെഷൻ, അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു മാർക്കറ്റിംഗ് മേഖല ആണ് ഇത് എന്ന് മനസ്സിലായി. മാനേജർ പോസ്റ്റിലേക്ക് ഒഴിവ് എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. ഒരു മാർക്കറ്റിംഗ് മേഖലയാണ് എന്ന് തിരിച്ചറിഞ്ഞു. പക്ഷെ എന്താണെന്നുള്ളത് പറയുന്നില്ല. അങ്ങനെ കുറെ പോയിന്റുകളും കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി അങ്ങനെ ഒരു ട്രെയിനിങ് സെഷൻ അവിടുന്ന് കഴിഞ്ഞ് ഫീൽഡിലേക്ക് പോകുക എന്നതാണ് അടുത്ത ലക്ഷ്യം. കൂടെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയും കൂട്ടി ജയേഷിന്റെ കൂടെ ഇന്നയാൾ എന്ന് പറഞ്ഞ് ഏർപ്പാടാക്കി അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ രണ്ട് കയ്യിലും എടുത്താൽ പൊങ്ങാത്തത്ര വെയിറ്റ് ഉള്ള ഒരു 10-30 കിലോ വെച്ച് വെയിറ്റ് വരുന്ന 2 ബോക്സും എടുത്തു. അതിലൊന്ന് ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ട് പുറത്തിറങ്ങി തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ ചെന്ന് ബസ് കയറി. എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം വേറൊരു റൂട്ടിൽ പോയി ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി തൊട്ടടുത്ത ചായക്കടയിൽ കയറി ഒരു ചായ കുടിച്ച് ഈ ബോക്സ് അവിടെ വെച്ച് ബോക്സ് അവിടെ നിന്ന് എടുത്ത് പൊട്ടിച്ച്, ആ സമയത്താണ് പൊട്ടിച്ചു നോക്കുമ്പോൾ അതിൽ നിന്ന് ധാരാളം ബുക്കുകൾ, ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ എന്ന് പറയുന്ന ബുക്കിൽ തുടങ്ങി ഓക്സ്ഫോർഡ് ഡിക്ഷണറി, അങ്ങനെ ഒരു 4-5 ബുക്ക് ഈ ഒരു കനത്തിൽ വരുന്നത് ഇങ്ങനെ കൈയുടെ ബേക്കിൽ ഇങ്ങനെ പിടിച്ച് ഫീൽഡിലേക്ക് പോവുകയാണ്. ഈ ഒരു ഭാഗം എന്നെ കാണിച്ച് പഠിപ്പിക്കുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇന്ന രീതിയിൽ ബുക്ക് കച്ചവടം ചെയ്യുന്ന ഒരു രീതിയാണ് എന്ന്. എന്നാണേലും വീട്ടുകാരോട് ഇത് പറഞ്ഞിട്ടില്ല, അവർക്ക് അറിയത്തില്ല, ജോലി കിട്ടിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ അന്ന് അങ്ങനെ കഴിച്ചുകൂട്ടി എങ്ങനെ ബുക്ക് കച്ചവടം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി ഓരോ വീട്ടിലേക്കും കയറി ചെല്ലുമ്പോൾ ഒരുപക്ഷെ എനിക്ക് എൻ്റെ ഒരു ബാലപാഠം എന്ന് വേണേൽ എനിക്ക് പറയാം. നമ്മളൊരു മാർക്കറ്റിംഗ് മേഖലയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പോകുന്ന വഴിയെ ചെല്ലുന്നോടെ തൊട്ട് ഫസ്റ്റ് തൊട്ട് നമ്മുടെ സ്മൈൽ, ITI കോൺടാക്ട്, ഇൻട്രൊഡക്ഷൻ, ഷോർട്ട് സ്റ്റോറി, പ്രസന്റേഷൻ, പ്രൈസ്, ക്ലോസിംഗ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അത് ഒരാഴ്ച കൊണ്ട് പഠിച്ച് പിന്നീട് ഇത് മനസ്സിലായി എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിറ്റത്തെ ടൈമിൽ ഓഫീസിൽ നിന്ന് ഇനി ജയേഷ് ഒറ്റയ്ക്ക് പൊക്കോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ചെറിയൊരു സംശയം ഇത് തോന്നിയെങ്കിൽ പോലും ഞാൻ ചിന്തിച്ചു, തൃശ്ശൂർ ജില്ലയിൽ എന്നെ ആരും അറിയത്തില്ല, ഒരു വീട്ടുകാരും എന്നെ അറിയില്ല, വയനാട് ജില്ലയിലല്ല, വീടാന്തരം കയറി നടന്ന് ബുക്ക് കച്ചവടം ചെയ്യാം, എന്താണേലും ജോലി കിട്ടിയെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച് രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങിത്തിരിച്ചു. ഇന്ന് ഈ ഒരു മീറ്റിങ്ങിന്റെ തുടക്കത്തിൽ സൂചിപ്പിക്കുന്ന ഒരു വാചകം ഞാൻ കേട്ടു: ഈ നിമിഷത്തിൽ ജീവിക്കുക, ഈ നിമിഷത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക, പ്രസന്റ് മൂവ്മെന്റ് ഈസ് ഇന്നോവേറ്റബിൾ എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഞാൻ ആ ഒരു സമയം മുതൽ ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. ആ നിമിഷത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തെപ്പറ്റി ഏറ്റെടുത്തു. അവിടുന്ന് ബുക്ക് എടുത്ത് വീടാന്തരം കയറി വളരെ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്ത് നല്ല രീതിയിൽ അന്ന് എൻ്റെ കൂടെ അവിടെ ഓഫീസിലുണ്ടായിരുന്ന 10-60 പേര് ബിസിനസ് ചെയ്ത് ആ ബുക്ക് കച്ചവടം ചെയ്ത് തീർത്തു വരുന്നതിനേക്കാൾ വേഗത്തിൽ ഇത് തീർത്ത് ഓഫീസിലെത്തുകയും കുറേയേറെ പ്രശംസകൾ കിട്ടുകയും ഒക്കെ ചെയ്തു. അങ്ങനെ 2-3 ആഴ്ചയ്ക്ക് ആകാറായപ്പോഴത്തേക്കും സ്ഥിരമായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ വരുന്നത് കണ്ടപ്പോൾ അടുത്ത് ഞാൻ എങ്ങനെ ഇത് ചെയ്തു തീർക്കുന്നു എന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ട്രെയിനിങ് സെഷനിലേക്ക് എന്നെ മാറ്റി. എന്താണേലും വളരെ സന്തോഷത്തോടു കൂടി അന്ന് ബിസിനസ് ചെയ്ത് അപ്പോൾ മാസാവസാനം വീട്ടിലേക്ക് തിരിച്ചു പോരുന്ന സമയത്താണ് നമ്മൾ ഈ ബിസിനസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ പൈസ മാനേജർ ഏൽപ്പിക്കുന്നു, അതിന്റെ കണക്ക് കൂട്ടി ലാഭം നമുക്ക് വേണ്ട കമ്മീഷൻ കണക്ക് കൂട്ടി അവിടെ എഴുതി വെക്കും. പിറ്റത്തെ ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടിയുള്ള പൈസയും ചെലവിനുള്ള പൈസയും തരും, മാസാവസാനം ഒരുമിച്ച് തരുമെന്നാണ് കണ്ടീഷൻ. അങ്ങനെ വീട്ടിലേക്ക് പോരാവുന്ന മാസം ഒരു ലീവ് ഒരു 3-4 ദിവസം വീട്ടിലേക്ക് പോരാവുന്ന ഇതിലോടുകൂടി ആ ക്യാഷ് ചോദിക്കുമ്പോഴാണ് അതൊരു 1/4 ഭാഗത്തിലുള്ള 1/4 ഭാഗം വീണ്ടും അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു. എന്താണേലും വീട്ടിൽ വന്നു, 3-4 ദിവസം നിന്ന് തിരിച്ച് വീണ്ടും ചെല്ലുമ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അവിടെ നിന്നപ്പോൾ അവിടെയുള്ള 10-60 പേര് 1-1.5-2 വർഷങ്ങൾക്ക് മുകളിലായിട്ടുള്ളവരുണ്ട്. അവർക്കൊന്നും ഒരു മാറ്റങ്ങളുമില്ല. അവരെല്ലാം ഇതുപോലെ ബുക്ക് കച്ചവടം ചെയ്തുകൊണ്ട് ചെയ്യുക തന്നെയാണ്. ആ കമ്മീഷൻ മേടിക്കുന്നു, നല്ല രീതിയിൽ കമ്മീഷൻ മേടിച്ചെടുക്കാം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഇത് ആളുകളെ വെച്ച് ബുക്ക് കച്ചവടം ചെയ്ത് ആ മാനേജർ നല്ല ലെവലിലേക്ക് എത്തുന്ന രീതിയാണ്. നമ്മളൊന്നും എവിടെയും എത്തില്ല എന്ന് ഒന്നും സാധിക്കില്ല, നമ്മളെ കൊണ്ട് കച്ചവടം ചെയ്യിപ്പിക്കുന്ന രീതിയാണെന്ന് മനസ്സിലായി. അങ്ങനെ ചിന്തിച്ചു ഞാനും എൻ്റെ സുഹൃത്തും ഇവിടെ നിന്ന് എങ്ങനെയും എങ്ങോട്ടേലും ഒന്ന് മാറണം എന്ന്. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ പല മേഖലകൾ ഇങ്ങനെ ആലോചിച്ചു തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ ആ സുഹൃത്ത് മുഖാന്തരം, സുഹൃത്തിൻ്റെ ഒരു പരിചയമുള്ളയാള് നെടുമ്പാശ്ശേരി എയർപോർട്ടിന് മുന്നിലുള്ള ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ വിളിച്ചു, എടാ എന്തെങ്കിലും ഒരു തൊഴിലവസരം ജോലി ഉണ്ടോ എന്ന് ചോദിക്കുകയും അദ്ദേഹം പറഞ്ഞു, എൻ്റെ സുഹൃത്ത് വയനാട് ജില്ലയിലെ ദീപു എന്ന് പറയുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിന് ഇലക്ട്രീഷ്യനാണ്, അദ്ദേഹത്തിന് ഇലക്ട്രിക്കൽ മേഖലയിൽ അവിടെ ഒരു ചാൻസ് ഉണ്ട് എന്ന് പറയുകയും
അപ്പൊ ഞാൻ പറഞ്ഞു, എടാ എനിക്കും കൂടി ഒരു അവസരം ചോദിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കും ഒരാളും കൂടെ എൻ്റെ കൂടെ ഉണ്ട്, ഇനി എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സപ്ലയർ പോസ്റ്റിലേക്ക് വേണമെങ്കിൽ ഒരു ഒഴിവുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പറഞ്ഞു എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. എനിക്കൊരു എക്സ്പീരിയൻസും ഇല്ല. കാരണം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണം, ഒരുമിച്ച് പോകണം, ആ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ഹോട്ടലിൽ ചെല്ലുമ്പോൾ അന്ന് അവിടെ ചെന്നപ്പോൾ വെള്ള പാൻറ്, വെള്ള ഷർട്ട്, വെള്ള തൊപ്പിയൊക്കെ ഇട്ട് തന്ന് അങ്ങനെ പിറ്റേ ദിവസം ആ ഒരു മനോഹരമായ യൂണിഫോമും ധരിച്ച് കുറച്ച് നാള് അങ്ങനെ സപ്ലയർ പോസ്റ്റിലേക്കും ജോലി തുടർന്നു. അവിടെ നിൽക്കുമ്പോഴും ഉള്ള പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ തൽക്കാലം താമസം റെഡി, ഭക്ഷണവും റെഡി. പക്ഷെ അവിടെ നിന്നുകൊണ്ട് മറ്റെന്തെങ്കിലും മേഖല അന്വേഷിക്കണമെന്ന ഒരു കാഴ്ചപ്പാട് തന്നെയായിരുന്നു. അങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ ഉള്ള അന്വേഷണത്തിനിടയിലാണ് മാതൃഭൂമി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ജോലി കിട്ടുന്നത്. ആ ജോലി കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. സുഹൃത്തിനോടും പറഞ്ഞു, പക്ഷെ അദ്ദേഹത്തിന് അത് റെഡിയായില്ല. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് വയനാട്ടിലേക്ക് പോരുകയും ഞാൻ ആ ജോലിയിൽ അവിടെ കയറുകയും 4 വർഷം തൃശ്ശൂർ ജോലി ചെയ്തു. 4 വർഷത്തിന് ശേഷം ഇങ്ങോട്ട് വയനാട്ടിലേക്ക് മാറ്റം കിട്ടിയപ്പോൾ വയനാട്ടിൽ വന്ന് ഒരു 9-10 വർഷത്തിന്റെ അടുത്ത് ജോലി ചെയ്തിരിക്കുന്നു. ആ ഒരു അവസരത്തിലാണ് എൻ്റെ സുഹൃത്ത്, അന്ന് വയനാട് ജില്ലയിൽ തന്നെ കേണിച്ചിറയ്ക്കും മൂന്നാനക്കുഴിക്കും ഇടയിൽ ഞങ്ങളുടെ ജംഗ്ഷനിൽ ഞങ്ങൾക്കൊരു ബേക്കറി പലചരക്കൊക്കെ ഉണ്ട്. അവിടെ ഞാൻ ജോലി കഴിഞ്ഞ് വൈകുന്നേരം കടയിൽ വരികയും കടയിൽ വന്ന് കണക്കും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. ആ സമയത്ത് എൻ്റെ സുഹൃത്ത് ബത്തേരിയിൽ, സുൽത്താൻ ബത്തേരിയിൽ പോയി തിരിച്ചു വരുമ്പോൾ നമ്മുടെ ബേക്കറിയുടെ മുന്നിൽ നിർത്തുകയും അവിടെ നിർത്തി ചായയൊക്കെ കുടിച്ച്, എടാ ഒരു അരമണിക്കൂർ ഫ്രീ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അരമണിക്കൂർ ഫ്രീ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം ഭയങ്കര എക്സിക്യൂട്ടീവ് ലുക്കിൽ. ഇദ്ദേഹത്തെ ഞാൻ മാതൃഭൂമിയുടെ പല ജോലിയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ നാട്ടിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള സ്കൂളുകളിൽ പല പ്രോഗ്രാമുകൾക്ക് പോകുമ്പോഴും അവിടെ കയറിയിട്ടേ പോവുള്ളൂ. ഒരുപക്ഷെ അദ്ദേഹത്തെ അറിയാം, ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. പലചരക്ക് കട, കോഴിക്കട, വാടക സ്റ്റോർ നടത്തുന്നു. 10ാം ക്ലാസ് പഠനത്തിന് ശേഷം ബിസിനസ് മേഖലയിലേക്ക് മാറി. അങ്ങനെ ആ പലചരക്ക് കട, കോഴിക്കട, വാടക സ്റ്റോർ നടത്തുന്ന അദ്ദേഹത്തിന്റെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും നല്ലൊരു ഡ്രസ് കോഡിൽ കണ്ടിട്ടില്ല. ഒരു പാമ്പൻ പാലത്തിന്റെ പരസ്യമുള്ള മഞ്ഞ ഒരു ബനിയനും ഒരു കാവ്യം മുണ്ടും ഒക്കെ കൊടുത്താൽ എപ്പോഴും കാണുകയുള്ളൂ. അദ്ദേഹമാണ് എൻ്റെ അടുത്ത് വന്നു നിന്നിട്ട് നല്ല എക്സിക്യൂട്ടീവ് ലുക്കിൽ എടാ അരമണിക്കൂർ ഫ്രീ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചു, ഈ എന്തോ പരിപാടിയായിട്ടാണല്ലോ വരുന്നത് എന്ന് ചിന്തിച്ചിട്ട് തന്നെ അദ്ദേഹത്തിന് സമയം കൊടുത്തില്ല. എടാ കണക്കും കാര്യങ്ങളൊക്കെ കുറച്ച് നോക്കാനുണ്ട് എന്ന് പറഞ്ഞ് തിരക്കാക്കി അദ്ദേഹത്തെ വിട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ വരവ് ആ മാസത്തിൽ ഒരു 3-4 തവണ വന്നു, ചായ കുടിക്കുന്നു, സമയം ചോദിക്കുന്നു, പോകുന്നു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് 1-2 മാസമായി. 2ാമത്തെ മാസാവസാനം ലാസ്റ്റ് അദ്ദേഹം വരുമ്പോൾ ഞാൻ അന്ന് ഷോപ്പിലില്ല. അപ്പൊ അദ്ദേഹം എന്നെ വിളിക്കുകയാണ്. വിളിക്കുന്ന സമയത്ത് വേറൊന്നുമല്ല, അന്ന് വയനാട് ജില്ലയുടെ പത്രത്തിന്റെ മെയിൻ ഓഫീസ് കൽപ്പറ്റയാണ്. എനിക്ക് ബത്തേരിയാണ് ഡ്യൂട്ടി. പക്ഷെ അന്ന് കൽപ്പറ്റയായിരുന്നു. കൽപ്പറ്റയാണ് മെയിൻ ഓഫീസിൽ ചെന്നാൽ നേരത്തെ എത്താൻ പറ്റൂല. അപ്പം അവിടുന്ന് താമസിച്ചു പോരുന്നു. അപ്പോഴാണ് അദ്ദേഹം വിളിക്കുന്നത്. വിളിച്ച സമയത്ത് ഞാൻ ഫോൺ എടുത്തപ്പോൾ അദ്ദേഹം ആദ്യം ചോദിച്ചു, എടാ നീ എവിടെയുണ്ട് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ഇന്ന് കൽപ്പറ്റയാണ് ജോലി കഴിഞ്ഞ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുക, മീനങ്ങാടി എത്തി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരൊറ്റ മറുപടിയാണ്, ആയിക്കോട്ടെ ഞാൻ നിന്റെ വീടിന്റെ മുന്നിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സന്ധ്യാസമയത്ത് വീടിന്റെ മുന്നിൽ വന്ന്, വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് പഠിച്ച സുഹൃത്ത് വീടിന്റെ മുന്നിൽ വന്ന് നിന്ന് വിളിക്കുമ്പോൾ എങ്ങനെയാ ഒഴിവാക്കുക? ഞാൻ പറഞ്ഞു, നീ കയറിയിരുന്നോ, വീട് മിറ്റം റോഡ് എങ്ങനെയാണ്, കയറിയിരുന്നോ, ഞാനത് 5 മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് പറഞ്ഞു. ഞാൻ വേഗം വരികയും ചെയ്തു. പക്ഷെ അദ്ദേഹം റോഡ് സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് കയറിയിരുന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന മേഖല ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഞാൻ പൂർണ്ണമായും നിർത്തി എന്ന് പറഞ്ഞാൽ പെട്ടിയിൽ കിടക്കുന്ന കാശ് പോലും എടുക്കാതെ അനുജന് വിട്ടുകൊടുത്തു. ഞാനിപ്പോൾ ആയുർവേദത്തിന്റെ വെൽനസ് പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. വെൽനസ് പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയേറെ ആകാംക്ഷയായി. കാരണം മറ്റൊന്നുമല്ല, എനിക്ക് ആരോഗ്യ മേഖല താല്പര്യമുള്ള സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഡിഗ്രി പഠനത്തിന് ശേഷം ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിക്കാൻ പോയി. ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് പഠിച്ച് ഒരു ജോലി നേടണം. അപ്പോൾ ആ ആരോഗ്യ മേഖല താല്പര്യമുള്ളത് കൊണ്ട് തന്നെ വെൽനസ് എന്ന് പറയുന്ന ആശയം എന്താണ്? ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതിനെ തടയുന്നു. അസുഖം വന്നിട്ട് ചികിത്സിക്കുന്ന ഇൽനസ് ആണ്. അപ്പോൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ, പണ്ടൊക്കെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് ഹൈ സ്റ്റാൻഡേർഡ് ഫാമിലികളിലുള്ളെങ്കിൽ ഇന്ന് ചെറുപ്പക്കാരിൽ വരെ അത് പടർന്നു പിടിക്കുന്നു. അപ്പോൾ ഈ വെൽനസ് ഉൽപ്പന്നങ്ങളുടെ സാധ്യതയെ തിരിച്ചറിഞ്ഞു അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ മിണ്ടാതിരുന്ന് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിലൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ് എന്ന്. എനിക്കല്ലായിരുന്നു, അച്ഛനും അമ്മയ്ക്കുമായിരുന്നു. അങ്ങനെ അവർക്ക് ആ ഉൽപ്പന്നം മേടിച്ചു കൊടുക്കാൻ തയ്യാറായി. അവസാനം പറഞ്ഞു ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഒരെണ്ണം മാത്രം പോരാ, ഇതിൻ്റെ കൂടെ ഒരു 3-4 ഐറ്റംസ് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഉൽപ്പന്നം മേടിച്ചു കൊടുക്കുകയും 3-4 മാസം
ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, എടാ ഇത് സൂപ്പർ സാധനമാണെന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം എന്നോട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നിനക്ക് വീട്ടിൽ നല്ലൊരു റിസൾട്ട് കിട്ടിയില്ലേ, നല്ല സാധനമല്ലേ, നീ മാതൃഭൂമിയുടെ ജോലിയുമായി പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പല ആളുകളെ കണ്ടുമുട്ടുമ്പോൾ ഈ പ്രശ്നമുള്ള ആളുകൾക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ശരിയാണല്ലോ, മറ്റുള്ളവർക്കൊരു ഗുണമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ജോലി മേഖലയിലേക്ക് പല മേഖലകളിലേക്ക് മാറുമ്പോൾ, പുറത്തു പോകുമ്പോൾ പല ആളുകളെ കാണുമ്പോൾ ഈ പ്രശ്നം പറയുമ്പോൾ പറയും, അച്ഛൻ ഉപയോഗിച്ചു, നല്ലൊരു സാധനമുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്ക് എന്ന് പറഞ്ഞു. അവരെന്നെ വിശ്വാസമുള്ളത് കൊണ്ട് ആ ശരി എന്നാ ഒന്ന് കൊണ്ടുത്താ എന്ന് പറയുകയും ഞാൻ സുഹൃത്തിനോട് പറഞ്ഞു ഇന്നപോലെ സാധനം വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് അഡ്വാൻസ് ആയിട്ട് എടുത്ത് കയ്യിൽ വെക്കുക, അങ്ങനെയാണെങ്കിൽ അവർക്ക് ചോദിക്കുന്ന സമയത്ത് കൊടുക്കാം. അങ്ങനെ കമ്പനി വിലയ്ക്ക് കുറച്ച് സാധനമൊക്കെ എടുത്ത് എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് MRPക്ക് കൊടുക്കാവുള്ളൂ, വില കുറച്ചും കൊടുക്കരുത്, കടവും കൊടുക്കരുത്. അന്നും MRP നോക്കി നമുക്ക് വില കൂട്ടിയാൽ മതിയല്ലോ, മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നുള്ളൂ. അങ്ങനെ ഓരോ ഐറ്റം പ്രൊഡക്റ്റും നോക്കി ഒരു 3-4 ഐറ്റം കൊടുക്കുമ്പോൾ അതിൻ്റെ MRP കൂട്ടി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത്, നിസ്സാരം അരമണിക്കൂറോ ഇല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറോ 1 മണിക്കൂറോ മാക്സിമം സമയമെടുത്താൽ ഒരു ദിവസം 500, 600, 700 അങ്ങനെ ലാഭം കിട്ടുന്നു. 700 എന്നല്ല, 2000-ത്തിനൊക്കെ മുകളിൽ 1 മണിക്കൂർ കൊണ്ട് ലാഭം കിട്ടുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷയായി. കാരണം മറ്റൊന്നുമല്ല, മാതൃഭൂമിയോടൊപ്പം ജോലി ചെയ്യുന്നു, ജോലിയുടെ കൂട്ടത്തിൽ സൈഡായിട്ട് ഇങ്ങനൊരു എക്സ്ട്രാ ഇൻകം കിട്ടുന്നു. എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കാത്ത ആരും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ മാതൃഭൂമിയുടെ ജോലിക്ക് എൻ്റെ ഓഫീസ് സ്റ്റാഫ് അറിയാതെ ഈ സാധനം ബാഗിൽ കരുതുകയും ഫീൽഡിൽ പോകുന്ന സമയത്ത് പലർക്കും കൊടുത്തപ്പോൾ ഒരു 500, 600, 700 വെച്ചിട്ട് ഒരു ദിവസം കിട്ടുമ്പോൾ അതൊരു എക്സ്ട്രാ ഇൻകമായി എനിക്ക് മനസ്സിലായി, നല്ലൊരു വരുമാനം കിട്ടുമെന്ന് മനസ്സിലായി. അതെന്നെ കൂടുതൽ എന്താ പറയാ ആകർഷിച്ചു. കാരണം മറ്റൊന്നുമല്ല, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ചെറുപ്പം മുതൽ വളരെ കഷ്ടപ്പെട്ടാണ് വളർന്നു വരുന്നതെന്നും വരുമാനം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതിൻ്റെ പ്രോഗ്രാമിൽ ചെന്നപ്പോൾ പല ആളുകൾ പല പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് എൻ്റെ റിസൾട്ട് പറയുന്നത് കേൾക്കുകയും അത് കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്നാൽ ആ പ്രൊഡക്റ്റുകളൊക്കെ അങ്ങനെയാണെങ്കിൽ എടുത്താൽ അതേ പ്രശ്നമുള്ളവർക്കൊക്കെ കൊടുക്കാം, പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റ് എടുക്കാമെന്ന് തീരുമാനിച്ച് പ്രൊഡക്റ്റ് എടുത്ത് ആളുകളിലേക്ക് എത്തിച്ചു. പല ആളുകളിലേക്ക് ഇത് എത്തിച്ചു കഴിഞ്ഞപ്പോൾ കൊടുക്കുന്നവരെല്ലാം നല്ല റിസൾട്ട് പറയുന്നു, എടാ ഇത് സൂപ്പർ സാധനമാണ്. ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞതുപോലെ തന്നെ. ചിലരോട് പറയാൻ മടിയാണ്, ചിലർ ചോദിച്ചു കഴിയുമ്പോഴാണ് പറയുന്നുള്ളൂ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ഉൽപ്പന്നം നല്ലതാണ് എന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ പ്രൊഡക്റ്റ് എടുത്ത് കൊടുക്കാൻ തുടങ്ങി, പല പല ആളുകളിലേക്ക് പോയി. അങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് ഇത് ഉൽപ്പന്നം എത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ സാധ്യതയെ തിരിച്ചറിയുന്നത്. അങ്ങനെ പ്രോഗ്രാമുകളിലൂടെ കമ്പനിയെ പറ്റിയും അതുപോലെ ആയുഷ് പ്രീമിയം മാർക്കിനെ പറ്റിയും ഇന്ന് ഇന്ത്യയിൽ നമ്പർ 1 ആയിട്ട് മൂവ് ചെയ്തിരിക്കുന്ന കമ്പനിയുടെ സാധ്യതയെല്ലാം തിരിച്ചറിഞ്ഞു. അങ്ങനെ ഒരു പ്രോഗ്രാമിൽ വെച്ച് എന്നോടൊരു ചോദ്യം ചോദിച്ചപ്പോഴാണ് ഞാൻ തിരിച്ചറിവുണ്ടായത്. കാരണം മറ്റൊന്നുമല്ല, 15 വർഷത്തോളം മാതൃഭൂമി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് എന്താണ് ബാങ്ക് ബാലൻസ് ഉള്ളതെന്ന് ചോദിച്ചു. ശരിക്കും ഞാൻ അപ്പോഴാണ് എൻ്റെ കാര്യം ചിന്തിക്കുന്നത്, എന്താണ് എൻ്റെ ബാങ്ക് ബാലൻസ് എന്ന്. ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല. കിട്ടുന്ന ശമ്പളം കൊണ്ട് അന്നന്ന് ആ മാസം അങ്ങ് കഴിഞ്ഞുകൂടുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ബുദ്ധിമുട്ടുകളൊന്നും അറിഞ്ഞിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, വീട്ടിലെ 99% കാര്യവും അച്ഛൻ ചെയ്യും. അപ്പോൾ എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയുടെ കാര്യം കുട്ടിയുടെ കാര്യമൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. അഥവാ മാസാവസാനം 1-2 ദിവസം 30-ാം തീയതിയോ 29-ാം തീയതി കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കൂട്ടുകാരോട് 500-1000 വായ്പ ചോദിക്കും. അവർ തരുകയും ചെയ്യും. കാരണം കറക്റ്റ് 2-ാം തീയതി 3-ാം തീയതി സാധനം കൊടുക്കും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. പക്ഷേ സേവിങ്സ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഒരു 4000 രൂപ ഞങ്ങളുടെ നാട്ടിൽ ഒരു ചിട്ടി, കുറി എന്നൊക്കെ പറയും, 1 ലക്ഷം രൂപയുടെ ഒരു ചിട്ടി കൂടുമായിരുന്നു. അതിലേക്ക് 4000 രൂപ അടയ്ക്കും. ഈ 4000 രൂപ അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിട്ടി വിളിക്കാൻ നിൽക്കുകയില്ല. ചിട്ടി വിളിക്കാൻ നിന്നാലുള്ള അവസ്ഥ എന്താണ്? വേഗം വിളി പോകുന്നു 5, 10, 15, 20, 25. എങ്ങനെ പോയി കഴിഞ്ഞാൽ 1 ലക്ഷത്തിന് 25 പോയാൽ 75 കിട്ടുള്ളൂ. നഷ്ടത്തിന്റെ സാധ്യത ഫയലിലേ പിടിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? വിളിക്കാതിരിക്കും. അവരെന്നെ എപ്പോഴും കുറ്റപ്പെടുത്തും, നീ വന്നിട്ട് കാര്യമില്ല, ചിട്ടി വിളിക്കുകയല്ല എന്ന് പറയും. കാരണം ആ 1 ലക്ഷം രൂപ തീർത്തും എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ അവസാനം ചിട്ടി തീരുന്ന അവസാന മാസത്തിൽ ആ 1 ലക്ഷം രൂപ തീർത്ത് കിട്ടുമ്പോൾ തലേ മാസം തന്നെ പ്ലാൻ ചെയ്യും, വീട്ടിലേക്ക് അത് വാങ്ങണം, ഇത് വാങ്ങണം, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ 1 ലക്ഷം രൂപ തീർന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ചിട്ടി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അവിടെ സേവിങ്സ് എന്ന് പറയുന്നത് ഇല്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇത് സേവ് ചെയ്ത് വെക്കുക. കാരണം ജീവിതത്തിൽ കടമകളും ഉത്തരവാദിത്തങ്ങളും കുറെ കിടക്കുകയാണ്. അപ്പം 4000 രൂപയുടെ കൂട്ടത്തിൽ ഒരു 1000 രൂപയും കൂടെ കൂട്ടിയിട്ട് ഒരു 5000 രൂപ ഒരു മാസം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് സേവ് ചെയ്ത് വെച്ചാൽ ഒരു
വർഷം എത്ര രൂപ ബാലൻസ് ഉണ്ടാവും എന്ന് ചോദിച്ചു. നമുക്കറിയാം 12 മാസം പണിയെടുക്കാം. 5000 വെച്ച് 12 മാസത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ 60,000 രൂപ സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആരോഗ്യത്തോടു കൂടി ഒരു 30 വർഷം പണിയെടുക്കാൻ പറ്റുമെങ്കിൽ, ഒരു 30 വയസ്സുകാരനാണെങ്കിൽ 30 to 30 60 വയസ്സ്, 60 വയസ്സ് വരത്തേക്ക് 60,000 രൂപ വെച്ച് 30 വർഷം മാറ്റി വെച്ച് കഴിഞ്ഞാൽ എത്രയുണ്ടെന്ന് ചോദിച്ചപ്പോൾ 60,000 ഇൻറ്റു 30, 6 3 18, പൂജ്യങ്ങളും കൂടെ ഇട്ടപ്പോൾ 18 ലക്ഷം രൂപ. ഒരു വ്യക്തിയുടെ ലൈഫിൽ സേവ് ചെയ്യുന്ന എമൗണ്ട് 5000 മാറ്റി വെച്ചാൽ 18 ലക്ഷം രൂപ. 10,000 മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ 36 ലക്ഷം എന്ന് കൂട്ടിക്കോളാൻ പറഞ്ഞു. പക്ഷെ അവർ തന്നെ പറഞ്ഞു ഇന്നത്തെ കാലത്ത് 10,000 രൂപ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പോലും മാറ്റിവെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് ശരിയാണോ എന്ന് അറിയാൻ പിന്നീട് എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചു. കാരണം ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കഴിഞ്ഞതുകൊണ്ട് കേരളത്തിന്റെ ഒട്ടുമിക്ക ജില്ലകളിലും ധാരാളം സുഹൃത്തുക്കളുണ്ട് ജോലി ചെയ്യുന്നവര്. എൻ്റെ ആത്മാർത്ഥമായ 2 സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചു, എടാ അവരുടെ ശമ്പളം 48,000 ചില്ലറ എനിക്കറിയാം, നിങ്ങൾക്ക് ഒരു മാസം 10,000 രൂപ മാറ്റി വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഫോണിലൂടെ ആയതുകൊണ്ട് അവരെന്നെ തല്ലില്ലെന്നേ ഉള്ളൂ. 10,000 പോട്ട് 5,000 പോലും മാറ്റി വെക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ, നിങ്ങൾക്ക് ഇത്രയല്ലേ സാലറി? അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് തന്നെയാണ് ഒട്ടുമിക്ക ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ചെയ്യുന്നതും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ലക്ഷങ്ങളുടെ കോടികളുടെ വീട് പണിയുന്നു, ലക്ഷങ്ങളുടെ വാഹനം വാങ്ങുന്നു. ഈ 2 പഹയന്മാർക്കും ഒരാൾക്ക് 22,000 ചില്ലറയും ഒരാൾക്ക് 24 ചില്ലറയും 48,000 നിന്ന് ഓട്ടോമാറ്റിക് കട്ടായതിനു ശേഷമാണ് അക്കൗണ്ടിലേക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ 48,000 ചില്ലറയുള്ള ഒരാൾക്ക് 24,000 പോയാൽ ബാക്കി 24,000 രൂപയാണ് അക്കൗണ്ടിലേക്ക് കിട്ടുന്നത്. ഇത് ഇന്നത്തെ ആ കാലഘട്ടത്തിൽ എന്താണ്, നമ്മുടെ നാട്ടിൽ സാധാരണക്കാരൻ പണിയെടുക്കുന്ന പൈസയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവർ ഒന്നും ബാലൻസ് വെക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പം ഈ 5,000 രൂപ വെച്ച് മാറ്റി വെച്ചാൽ നമുക്ക് 18 ലക്ഷം രൂപ കിട്ടും. ഇനി ഭാവിയിൽ നമ്മൾ ചെയ്യേണ്ട, എന്നോട് പറയാണ് ചെയ്യേണ്ട കുറച്ച് ഉത്തരവാദിത്തങ്ങളിലും കടമകളിലും കണക്കൊന്ന് എഴുതി കൂട്ടാൻ പറഞ്ഞു. അങ്ങനെ ആ കണക്കൊന്ന് എഴുതി കൂട്ടാൻ പറഞ്ഞപ്പോൾ അവർ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസ ചെലവെന്ന് എഴുതാൻ പറഞ്ഞു. വിദ്യാഭ്യാസ ചെലവ്, ഞാൻ എൻ്റെ കുട്ടിയെ അന്ന് ഒരു ബേസ് കൊടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെ LKGയിൽ വിട്ടു. അന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അന്ന് തന്നെ 10,000 ആയി. ഇപ്പോൾ 8ാം ക്ലാസ്സിലാണ് എൻ്റെ കുട്ടി. 47,000 ചില്ലറ ഫീസ് വരുന്നുണ്ട്. മൊത്തം എല്ലാ കണക്കുകളും കൂടെ കൂട്ടുകയാണെങ്കിൽ ഒരു 60-70 മുകളിലേക്ക് പോകും. അപ്പോൾ ഒരു 10-15 വർഷത്തെ വിദ്യാഭ്യാസത്തിന്റെ ചെലവെന്ന് ഏകദേശം ഒന്ന് കൂട്ടി എഴുതി. അതിനുശേഷം അവർ പറഞ്ഞു വിവാഹ സമയാകാറാവും, അന്നേരം വിവാഹത്തിന് ആവശ്യമായ ചെലവെന്ന് എഴുതാൻ പറഞ്ഞു. ഞാൻ വിവാഹം കഴിച്ചതിന്റെ റേഞ്ച് എനിക്കറിയാം, അതിനേക്കാളും കുറച്ച് കൂട്ടിയൊരു എമൗണ്ട് ഞാൻ എഴുതി. പക്ഷെ അന്ന് എഴുതിയ എമൗണ്ട് ഇന്ന് എവിടെയും എത്തിയിട്ടില്ല, സ്വർണത്തിന് അത്രയും വില കൂടിപ്പോയി. അതിനുശേഷം പറഞ്ഞു വീട് വെക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഇനി വെച്ചവരാണെങ്കിൽ കുറെ കാര്യങ്ങൾ ആ വീട്ടിൽ ചെയ്യാനുണ്ടാവും, ആവശ്യമായ ചെലവെന്ന് എഴുതാൻ പറഞ്ഞു. അങ്ങനെ ചെലവെഴുതി. വാഹനം ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ചെലവ് എഴുതാൻ പറഞ്ഞു. വാഹനം ആഗ്രഹമുണ്ട്, പക്ഷെ അന്നത്തെ കാലത്ത് എനിക്ക് എൻ്റെ ഒരു വാഹനം എന്ന് പറയുന്ന സ്വപ്നം ബൈക്കായിരുന്നു. മാതൃഭൂമിയിൽ ജോലി ചെയ്ത സമയത്ത് ആ വാഹനം ഞാൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് പിന്നെ അത് നടക്കില്ല. പക്ഷേ ഈ ഒരു അവസരത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ അത് നേടിയെടുത്തു. വാഹനം ആഗ്രഹമുള്ളതിന്റെ ചെലവ് എഴുതി വെച്ചു. ഇങ്ങനെ ഒരു വർഷം വേണ്ട നമ്മുടെ ഹോസ്പിറ്റൽ ചെലവ് മൊത്തം, അങ്ങനെയുള്ള ചെലവുകളൊക്കെ എഴുതിയിട്ടൊന്ന് കൂട്ടി നോക്കാൻ പറഞ്ഞു. കൂട്ടി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി, കോടികൾക്ക് മുകളിൽ പോവുകയാണ്. ആ കോടികൾക്ക് മുകളിലേക്ക് പോകുമ്പോൾ ഒരു ലൈഫിൽ നമ്മൾ സേവ് ചെയ്യുന്ന എമൗണ്ട് 5,000 മാറ്റി വെച്ചാൽ 18 ലക്ഷം രൂപയുള്ളൂ. ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ തികയില്ല, വിവാഹത്തിന് തികയില്ല, വീട് വെക്കാൻ തികയില്ല, ഇല്ലേ? മറ്റൊരു കാര്യങ്ങളിലേക്ക് ആ എമൗണ്ട് എത്തുകയില്ല. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോൾ എൻ്റെ വീടിന് ചുറ്റുമുള്ളവരെല്ലാം ഇത് ചെയ്യുന്നുണ്ട്. കുട്ടിയെ പഠിപ്പിക്കുന്നു, വിവാഹം കഴിപ്പിക്കുന്നു, വീട് വെക്കുന്നു, വാഹനം വാങ്ങുന്നു. എങ്ങനെ വാങ്ങുന്നു? എവിടുന്നൊക്കെ ലോണ് കിട്ടുമോ? ഈ ലോൺ എന്തോരം കിട്ടുമോ? ഞാൻ അന്ന് എൻ്റെ കുട്ടിയെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ കുട്ടിയുടെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എത്തുമ്പോൾ എൻ്റെ ശമ്പളത്തിൽ നിന്നുള്ള എമൗണ്ട് പോരാണ്ടാവും. ഞാൻ തീർത്തും ഭാവിയിൽ കടക്കാരനാകും. ലോൺ എവിടെ നിന്ന് കിട്ടുമോ? ഈ ലോണുകളെല്ലാം എടുത്തുകൂട്ടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഞാൻ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ളവരെ ഒന്ന് പഠിച്ചു നോക്കിയപ്പോൾ ശരിയാണ്, ലോണുകൾ എടുത്തെടുത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരേ ഉള്ളൂ. പക്ഷേ ഈ ബാധ്യത തീർക്കാൻ പറ്റാതെ കാരണന്മാരങ്ങ് പോകുമ്പോൾ അവസാനം ഈ ബാധ്യത തീർക്കാൻ മക്കൾ പറമ്പിന്റെ ഒരു മൂല വിൽക്കുന്നു. ഇവിടെ എൻ്റെ അച്ഛൻ തന്നെ ഇവിടെ ഈ പറമ്പിന്റെ ചുറ്റുവട്ടത്ത് നിന്ന് 3-4 പേരോട് 10-15 സെന്റ് വെച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു റിയാലിറ്റി ആണ് എന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇതിന്റെ സാധ്യതയെ മനസ്സിലാക്കി നമ്മൾ പണിയെടുക്കുന്ന മേഖലയിൽ പണിയെടുക്കുകയാണെങ്കിൽ അന്നന്ന് കഴിഞ്ഞുകൂടുകയുള്ളെന്നും പണിയെടുക്കാൻ പറ്റാത്ത കാലത്ത് വരുമാനം ഉണ്ടാവില്ല എന്നും തിരിച്ചറിഞ്ഞപ്പോൾ ഇതിന്റെ സാധ്യത മനസ്സിലാക്കി മാതൃഭൂമിയോടുകൂടി സൈഡായിട്ട് ചെയ്തു. അങ്ങനെ മാതൃഭൂമിയിൽ നിന്ന് ഒരു മാസം കിട്ടുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ ഇവിടെ ആഴ്ചയിൽ കിട്ടാൻ തുടങ്ങിയപ്പോൾ മാതൃഭൂമി റിസൈൻ ചെയ്തുകൊണ്ട് ബിസിനസ് ശക്തമായി ചെയ്തു പോരുകയാണ്. അപ്പൊ ഈ ഒരു സാധ്യതയിൽ എന്താണ് എന്നെ ആകർഷിച്ചത്? മറ്റൊന്നുമല്ല, നോമിനി ഫെസിലിറ്റി തന്നെയാണ്. ഞാൻ സൂചിപ്പിച്ചു,
നമ്മളൊരു മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മാസം ഒരു 4 ലീവ്, ഒരു 10 ലീവ് നമ്മളെടുത്താൽ 6 ദിവസത്തെ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യും. ഇനി ഒരു മാസം പണിയെടുക്കാൻ പറ്റാതെ ഒന്ന് കിടന്നു പോയാൽ വരുമാനമില്ല. ഇനി നമ്മളങ്ങ് ഇല്ലാണ്ടായാൽ ആ ജോലിയിൽ നിന്നുള്ള വരുമാനം വീട്ടിലേക്ക് നിറച്ചു. ഇന്ന് ഏത് ഫോം ഫില്ല് ചെയ്താലും ഒരു ജോലി സ്ഥലത്ത് കയറുമ്പോൾ എന്തിനും ഒരു നോമിനി ചോദിക്കുന്നുണ്ട്. ഞാൻ മാതൃഭൂമി ജോയിൻ ചെയ്ത സമയത്ത് നോമിനി കോളമുണ്ട്, വൈഫിന് പേര് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇല്ലാണ്ടായാൽ അവിടെ അവർക്ക് ജോലിയില്ല, അവരവരുടെ പണി വേറെ നോക്കിക്കോണം. ഇനി നോമിനിക്ക് ജോലി കിട്ടുന്നത് ഗവൺമെന്റ് എംപ്ലോയി സർവീസിലിരിക്കെ മരണപ്പെട്ടാൽ, അച്ഛനോ അമ്മയോ സർവീസിലിരിക്കെ മരണപ്പെട്ടാൽ മക്കൾക്ക് അതേ ജോലി കിട്ടിക്കോണമെന്നില്ല. അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് താഴെക്കടയിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിലെ ജോലി കിട്ടുകയുള്ളൂ. അത് കിട്ടിയാൽ തന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ജോലിയുമായി കമ്പയർ ചെയ്ത അവസ്ഥ വെച്ചാൽ എന്താ സ്ഥിതി? അപ്പോൾ ഇതിനെ തിരിച്ചറിഞ്ഞു. അങ്ങനെ തിരിച്ചറിഞ്ഞപ്പോൾ ശക്തമായി ചെയ്യാൻ തുടങ്ങി. ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ ഒരു പാസീവ് ഇൻകത്തിന്റെ സാധ്യത മനസ്സിലായി. ഞാൻ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്താൽ പല പല ആളുകളിലേക്ക് പ്രൊഡക്റ്റുകൾ കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോകുന്നു. കൊണ്ടുകൊടുക്കുന്ന സമയത്ത് അവരെല്ലാം അഭിപ്രായം പറയുന്നു. പക്ഷെ എന്നാൽ കളിയാക്കുന്നവരുണ്ട്, കുറ്റപ്പെടുത്തുന്നവരുണ്ട്. ആ സമയത്ത് നിരവധി പ്രശ്നങ്ങളാണ് മുന്നിലൂടെ കടന്നു വന്നത്. റീറ്റെയിൽ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ തുടക്കത്തിൽ കുറേയേറെ ബന്ധങ്ങളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ എത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും നല്ലതെന്ന് പറഞ്ഞ് എന്നതിലേക്ക് ഇതിനെ മനസ്സിലാക്കാനും കടന്നു വരാനും തയ്യാറായത്. പക്ഷെ ആ റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് പല പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കുറേയേറെ അനുഭവങ്ങൾ. കാരണം ഒന്ന് എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ വീടാന്തരം കയറി നടന്ന് കച്ചവടം ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരണ്ട, ദൂരെ നിന്ന് വിളിച്ചു പറയുന്നവരുണ്ട്. അപ്പൊ ഞാൻ അവരോട് എന്താന്നുള്ള രീതിയിൽ, കാരണം ഒരു 50 മീറ്റർ മുന്നേ തന്നെ വിളിച്ചു പറയുമ്പോൾ പറയും എന്താ പറഞ്ഞത് കേട്ടിട്ടില്ല. അപ്പം അങ്ങോട്ട് ചെല്ലാനുള്ള ഒരു അവസരം മേടിക്കുകയാണ്. ഇങ്ങോട്ട് വേണ്ട, സാധനമൊന്നും വേണ്ട. അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? സാധനമൊന്നും വേണ്ട. ഇതിങ്ങനെ 2 തവണ ചോദിക്കുമ്പോൾ പകുതി വഴി വരെ എത്തും. അത് കഴിഞ്ഞ് അവർ അടുത്ത ഏകദേശം എത്തുമ്പോൾ സാധനമൊന്നും തരാൻ വന്നതല്ല. അപ്പോൾ നിങ്ങൾ എന്തിനു വന്നത്? അവർ ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ കാര്യം പറയുന്നു. ആ കാര്യം പറയുന്നത് ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഗവൺമെന്റിന്റെ ആയുഷ് മന്ത്രാലയം സർട്ടിഫിക്കറ്റുള്ള വെൽനസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ടതിന്റെ സാധ്യതയെ പറ്റി പറഞ്ഞു തരാൻ വന്നതാ, അല്ലാതെ സാധനം തരാൻ വന്നതല്ല. അപ്പോൾ അവരത് കേൾക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ വളരെ ഇഷ്ടത്തോടു കൂടി പല രീതിയിൽ ഇതിനെ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞ ആള് 2500 ചില്ലറ രൂപയുടെ പ്രൊഡക്റ്റ് അന്ന് എടുത്തു. അതുപോലെ പല പല കാര്യങ്ങൾ. അപ്പൊ പ്രൊഡക്റ്റ് കൊടുക്കാൻ പോകുമ്പോഴാണ് പിന്നീട് മനസ്സിലായത് പലർക്കും പല പ്രശ്നങ്ങൾ. ഇപ്പൊ തോൽപ്പെട്ടിയിൽ എന്നെ ഒരു ലീഡർ കൂട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് അവിടെ ചെന്നപ്പോൾ ആ വീട്ടിലെ മേഡം നിങ്ങൾ എലമെന്റ്സിന്റെ അല്ലേ, ഒരു സാധനം വേണ്ട എന്ന് പറഞ്ഞ് ഭയങ്കര ഷൗട്ടിങ്. അപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടു പോയ ആള് തലയ്ക്ക് അടി കിട്ടിയ പോലെ നിൽക്കുന്നു. പക്ഷെ ഞാൻ ഇത് ബേക്കിൽ നിന്ന് വളരെ എൻജോയ് ചെയ്ത് കേട്ടിട്ട് ആ മേഡം 1 മിനിറ്റ് സംസാരിച്ച് ശ്വാസം വിട്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്താ മേഡം പ്രശ്നം? അവർ പറഞ്ഞു നിങ്ങളുടെ അല്ലേ എലമെന്റ്സിന്റെ ഒരു താരൻ പോകുന്ന ഷാമ്പു 10 ദിവസം കൊണ്ട് താരൻ പോകുമെന്ന് പറഞ്ഞിട്ട് താരനും പോയില്ല, പിന്നെ 1 മിനിറ്റ് ജഗ കച്ചറ. അതും ശ്വാസം തീരുന്നോടം വരെ ഞാൻ നിന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു മേഡം എങ്ങനെയാ യൂസ് ചെയ്തേ? കറക്റ്റാണ് യൂസ് ചെയ്തത്, അതൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ മനസ്സിൽ ചോദിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു മേഡം തൈറോയ്ഡ് ഉണ്ടോ? ഇല്ല. അടുത്ത ചോദ്യം മേഡം പീരീഡ്സ് കറക്റ്റ് ആണോ? അപ്പോൾ മേഡം പറഞ്ഞു പീരീഡ്സ് ഇറഗുലർ ആണ്. ഞാൻ പറഞ്ഞു ആ പ്രശ്നമുള്ളത് കൊണ്ടാണ് മേഡത്തിന്റെ താരൻ പോകാത്തത്. അപ്പോൾ അത് പോകണമെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ആ പ്രശ്നം മാറ്റിയതിനു ശേഷമാണ് ആ താരൻ പോകുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൺവിൻസ് ചെയ്ത് അവിടെ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റി. അപ്പോൾ ഇവിടെ ഈ അവസരത്തിൽ നമ്മൾ പഠനം ഏറ്റവും ആവശ്യമാണ്. പ്രൊഡക്റ്റ് നോളജ് ആവശ്യമാണ്. എന്ത് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ഏതൊക്കെ ഇനി ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ പതറാതെ അതിനൊരു കാരണമുണ്ട്, ഇത് എന്താന്ന് പഠിക്കാൻ പ്രൊഡക്റ്റ് അവയർനെസ് വേണം. അങ്ങനെ പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത് പ്രോഗ്രാമാണ് ഇതിന്റെ ഏറ്റവും ബേസ് എന്ന് മനസ്സിലാക്കി പ്രോഗ്രാമുകളിലൂടെ കൂടുതൽ അറിവുകൾ സമ്പാദിക്കുക എന്നതാണ് ഇത് ഈ അവസരത്തിന്റെ ഏറ്റവും വലിയ സാധ്യത. അങ്ങനെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം എന്ന് മനസ്സിലായി. പറയാനാണെങ്കിൽ കൂടുതൽ എക്സ്പീരിയൻസ് പറയാൻ കുറേയേറെ സമയം വേണ്ടി വരും. എന്നാണേലും അങ്ങനെ ഏറ്റെടുത്ത് ശക്തമായി ചെയ്തു. ആ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നല്ല ആളുകൾ കടന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്നേക്കാൾ കഴിവുള്ള ആളുകൾ ഈ സമൂഹത്തിലുണ്ട് ഈ ബിസിനസ് ചെയ്യാൻ. അവരെയൊക്കെ കണ്ടെത്തേണ്ടത് ആവശ്യകത മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടി, വളരെയേറെ ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാൻ തയ്യാറായി. ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ഏറ്റവും പരമപ്രധാനമായ ആവശ്യം എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ
എവിടെയും പതറിയേല. തുടക്കത്തിൽ പറഞ്ഞു പ്രസന്റ് മൂവ്മെന്റ് ഈസ് ഇന്നവേറ്റബിൾ. ഈ നിമിഷത്തിൽ ജീവിക്കുക. മറ്റുള്ളവർ എന്ത് പറഞ്ഞോട്ടെ, ഡോണ്ട് ബി എ ഫുട്ബോൾ ഓഫ് അതർ പീപ്പിൾസ് ഒപ്പീനിയൻ. മറ്റുള്ളവരെ കാലിലെ കളിപ്പന്തായി മാറരുത് നമ്മൾ. അവർ കളിയാക്കും, കുറ്റപ്പെടുത്തും. ഞാൻ മാതൃഭൂമിയിൽ നിന്ന് ജോലി റിസൈൻ ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ അയൽക്കൂട്ടം കൂടുന്ന സമയത്ത് ഈ ചുറ്റുവട്ടത്തുള്ളവരിൽ ഒരാൾ വക്കീലാണ്, ബിനീഷ് എന്ന് പേര് പറയുന്ന വക്കീല്. അദ്ദേഹം എന്നോട് ഈ വീട്ടിലിരുന്ന് എന്നോട് പറഞ്ഞു, എടാ നിനക്ക് വട്ടാണോ എന്ന്. മാതൃഭൂമി റിസൈൻ ചെയ്ത്. പക്ഷെ ഞാനാണിത് മനസ്സിലാക്കിയത്, ഞാനതാണ് ഇത് സാധ്യത മനസ്സിലാക്കിയത്. വക്കീൽ അത് മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ സന്തോഷത്തോടു കൂടി ഒന്ന് ചിരിച്ചുകൊണ്ടിരുന്ന് മാത്രമേ ഉള്ളൂ. കളിയാക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും നമ്മുടെ മുന്നിലുണ്ടാവും. നമ്മളൊരു നിധി എടുക്കാനാണ് പോകുന്നത്. ആ നിധി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ പല പല തടസ്സങ്ങൾ മുന്നിലുണ്ടാകും. ആ തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയും വകവെക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്താൽ ഇതിൽ വിജയം സുനിശ്ചിതമാണ്. അത് വിജയിച്ചു വന്ന ലീഡേഴ്സ് വന്ന വഴിയാണ് നമ്മളിത് കണ്ട് മനസ്സിലാക്കുന്നു. ഞാൻ പ്രോഗ്രാമിൽ ചെന്നപ്പോൾ 2,10,000 രൂപ വാങ്ങിയ ആള് എൻ്റെ പഞ്ചായത്തിന്റെ അപ്പുറം ഇപ്പുറം. മറ്റു പലരും പറയുന്നു ഉത്തരേന്ത്യയിലുണ്ട്, അവിടെയുണ്ട്, ചൂണ്ടിക്കാണിക്കാനുള്ളൂ. ഇത് നമ്മുടെ കൺമുമ്പിൽ കാണുന്നവര്, അറിയുന്നവര് ഒരു ദിവസം 30,000 രൂപ വരുമാനം നേടാൻ പറ്റുന്ന ഒരു അവസരം. അപ്പോൾ അതിനെ ഒരു വിശ്വാസത്തോടു കൂടി ഏറ്റെടുത്ത് പ്രവർത്തിക്കുക. ആ വിശ്വാസമാണ് ഇതിന്റെ ഏറ്റവും പരമപ്രധാനം എന്ന് സൂചിപ്പിക്കാനുള്ളത്. അപ്പം മറ്റ് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിലും ഒന്നും നോക്കാതെ വിജയിച്ചു വന്ന ലീഡേഴ്സ് പറഞ്ഞ വഴിയിലൂടെ തന്നെ നമ്മളും കടന്നു പോയാൽ നമുക്കും അവിടെ എത്താൻ സാധിക്കും. ഞാനൊരു ഉദാഹരണം സൂചിപ്പിക്കാം. 1956 വരെ എവറസ്റ്റ് കീഴടക്കുക എന്ന് പറയുന്നത് അസാധ്യമായിരുന്നു. എന്നാൽ എഡ്മണ്ട് ഹിലാരി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 8,848.86 മീറ്റർ ഉയരമുള്ള എവറസ്റ്റിന് മുകളിൽ കയറി ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ ഇന്ന് 100 കണക്കിന് ആളുകൾ ആ എവറസ്റ്റ് താണ്ടിക്കഴിഞ്ഞു. കാരണം ഒരാൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് നമുക്കറിയാം മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിൽ ബെൽനി സാറ് ഇല്ലേ 2,10,000 വാങ്ങിയിട്ടുണ്ട്. ബെൽനി സാർ പറഞ്ഞു തരുന്ന ആ വഴിയിലൂടെ തന്നെ നമ്മളും പൊക്കോളൂ, നമുക്കും അത് നേടിയെടുക്കാൻ സാധിക്കും. അത് അല്ല പറഞ്ഞു തരുമ്പോൾ ഇന്ന പോലെ ചെയ്യുമെന്ന് പറയുന്നതിനെ അനുസരിക്കാതെ വേറൊരു വഴിക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇതിലെവിടെ എത്തുകയുമില്ല. അപ്പോൾ ആ ഒരു അനുസരണയോട് കൂടിയിട്ട് ലീഡേഴ്സ് പറഞ്ഞു തരുന്ന വഴിയിലൂടെ കടന്നു പോയാൽ വിജയം സുനിശ്ചിതമാണ്. ഇത് കൊച്ചു കൊച്ചു ഗോളുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് സക്സസിനെ പറ്റി പറയുവാണെങ്കിൽ സക്സസ് ഇസ് എ വൈസ് സെലക്ഷൻ എന്ന് പറയാം. അതായത് ഒന്ന് നമുക്ക് മാറി ചിന്തിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. എന്നാൽ മറ്റൊരു വാചക നിർവചനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട ചില ലക്ഷ്യങ്ങളുടെ വിജയകരമായ പൂർത്തീകരണമാണ് സക്സസ് എന്ന് പറയാം. കാരണം ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ റീറ്റെയിൽ ചെയ്തുകൊണ്ട് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് ഇന്നത് നേടണം, ഇതൊരു ലക്ഷ്യമാണ്, മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ കുട്ടിക്ക് ഒരു ഉടുപ്പ് വാങ്ങണം, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം. എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് എൻ്റെ കുട്ടിയെ പാട്ട് പഠിപ്പിക്കാൻ വിടും. കോവിഡ് കാലത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ആ പാട്ട് പഠിപ്പിക്കാൻ വിടുന്ന സമയത്ത് കൂട്ടിക്കൊണ്ട് വരാൻ ചെല്ലുമ്പോൾ അവിടെ മറ്റു കുട്ടികൾ ഓർഗൻ വായിക്കുന്നത് കാണുമ്പോൾ അത് നോക്കിയിട്ട് എന്നോട് പറയും അത് കൂട്ട് വരണം. അല്ലെങ്കിൽ അങ്ങനെ ആ പറയുന്ന സമയത്ത് വെച്ചോണിക്കടയിൽ നിന്ന് കളിപ്പാട്ടം മേടിച്ചു കൊടുക്കാനേ സാധിക്കുകയുള്ളൂ. പക്ഷെ ആൾക്ക് വായിക്കാൻ താല്പര്യമുണ്ട്. എല്ലാത്തിലും വിടുകയില്ലായിരുന്നു. അങ്ങനെ ആ കോവിഡിന്റെ ലാസ്റ്റ് വർഷത്തില് ഒരു മനുഷ്യന് പോലും ജോലിയില്ലാതെ പുറത്തു നിൽക്കുന്ന സമയത്ത് വരുമാനമില്ല, ആർക്കും വരുമാനമില്ല. പക്ഷേ ആ സമയത്ത് എനിക്ക് ആഴ്ചയിൽ വന്ന വരുമാനം എന്ന് പറയുന്നത് 14,500 രൂപ. അന്ന് ഞാനൊരു തീരുമാനമെടുത്ത് എൻ്റെ കുട്ടിക്ക് ആ മാസം ലാസ്റ്റ് ബർത്ത്ഡേ വരുന്നുണ്ട്, ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ചു. പക്ഷെ ഒരു കട പോലും തുറക്കില്ല. കൽപ്പറ്റയിൽ ഇതിൻ്റെ ഷോറൂമുണ്ട്, വീടും ഒരു ഷോറൂമും കൂടെ ഒരുമിച്ചാ. എനിക്കറിയാം. ഞാൻ ഇവിടുന്ന് വണ്ടിയെടുത്ത്, നമുക്കന്ന് കവചപ്രാവശ്യം നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റും, വണ്ടിയെടുത്ത് നേരെ അവിടെ ചെന്ന് ഒരു 14,000 രൂപയുടെ അടുത്ത് വരുന്ന യമഹയുടെ ഒരു ഓർഗൻ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് തൊട്ടൊരു ലീഡറും വീടിൻ്റെ അടുത്തുണ്ട്. ആളെ വിളിച്ചു പറഞ്ഞ് ഞാൻ ഇന്നോലെ സാധനം മേടിച്ചു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷ് സാർ, എനിക്കറിയാം സന്തോഷ് സാറാണ് ഇന്ന് NTC റാങ്കിൽ നിന്ന് വർദ്ധിക്കുന്നത്. സന്തോഷ് സാർ പറഞ്ഞു അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ആ ഒരു ഓർഗൻ ഗിഫ്റ്റായിട്ട് കൊടുത്തു. അത് ഏറ്റവും വളരെയേറെ സന്തോഷമുള്ളൊരു നിമിഷമായി മാറി. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കാം. അതിനുശേഷം ലാപ്ടോപ്പുകൾ വാങ്ങി, കാറ് വാങ്ങി, 9.5 ലക്ഷം രൂപയുടെ ഒരു വാഹനം വാങ്ങി. ഇന്ന് ഒരു അടവ് പോലും അതിനില്ല. ഇന്നലെ എൻ്റെ വണ്ടിയിൽ ഒരാൾ കയറി, ഞാൻ മീനങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ ഒരാളെ കയറ്റി. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിക്കുക, കമ്പനി ഇങ്ങനെ വണ്ടിയൊക്കെ തരുമോ? ഞാൻ പറഞ്ഞു കമ്പനി ഒരു സാധനവും തരൂല, വേണമെങ്കിൽ അവനവൻ മേടിച്ചോണം, വരുമാനം ഉണ്ടാക്കി മേടിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വാഹനം വാങ്ങി. വാഹനം ഇന്ന് ഫ്രീ ആണ്, സ്വന്തമാണ്. ഇപ്പോൾ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഇതൊരു ഗെയിമായി നമ്മൾ മുന്നിൽ കാണണം. ഒരു ഫുട്ബോൾ കളിയായി നമുക്ക് ഉദാഹരണമാക്കി എടുക്കാം.
ആ ഒരു ഫുട്ബോൾ കളിയിൽ നമുക്കറിയാം, ഒരു ഗ്രൗണ്ടിന്റെ അങ്ങേയറ്റത്ത് 2 പോസ്റ്റ് ഉണ്ട്, ഇങ്ങേയറ്റത്ത് 2 പോസ്റ്റ് ഉണ്ട്. പക്ഷെ ഈ 2 പോസ്റ്റുകൾ ഉള്ളത് കൊണ്ടാണ് കളിക്കാർ ആ കളിക്കളത്തിൽ കിടന്ന് കളിക്കുകയും അവിടെ കളിക്കുന്ന സമയത്ത് അവരുടെ ഒരേ ഒരു ലക്ഷ്യം ആ പന്ത് ആ പോസ്റ്റിലേക്ക് എത്തിക്കുക എന്നതാണ്. പക്ഷേ ആ പോസ്റ്റ് അവിടെ ഇല്ലെങ്കിൽ എന്തായിരിക്കും ആ കളിക്കാരുടെ അവസ്ഥ? അതുപോലെ തന്നെയാണ്, ലക്ഷ്യമില്ലാത്ത ഓട്ടമാണ് നമ്മൾ ഈ ബിസിനസ് അവസരത്തിൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എവിടെയും എത്തില്ല. നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചോ, നമ്മൾ അവിടെ തീർച്ചയായും എത്തിയിരിക്കും. അപാരമായ സാധ്യതയുള്ള ഈ മേഖലയെ ഒന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ ഭാവിയിൽ അൺലിമിറ്റഡ് ആയ ഇൻകം നേടിയെടുക്കാൻ സാധിക്കും. നിരവധി പേരുടെ കുടുംബങ്ങളിലേക്ക് ചെറുതും വലുതുമായ വരുമാനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. നമുക്ക് അപാരമായ കഴിവുകളുണ്ട്, മനുഷ്യന് അപാരമായ കഴിവുകളുണ്ട്. ആ കഴിവുകളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ തയ്യാറായാൽ മതി. എന്നെ കൊണ്ട് കഴിവില്ല എന്ന് പറയുന്നത് അത് കഴിവില്ലാഞ്ഞിട്ടല്ല, കഴിവില്ലാത്തതെന്ന് പറഞ്ഞ് നമ്മളെ ആക്കി തീർക്കുകയാണ്. ഒരു എക്സാമിന് പോവുകയാണ്, പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ എഴുതിയാലല്ലേ ജയിക്കുകയുള്ളൂ, എഴുതിയില്ല ജയിക്കില്ലല്ലോ. അപ്പൊ എഴുതുക, അപ്പം എഴുതിയാലാണ് ജയിക്കുകയോ തോക്കുകയോ എന്നെങ്കിലും അറിയുള്ളൂ. ഇവിടെ എല്ലാവർക്കും അപാരമായ കഴിവുകളുണ്ട്. ആ കഴിവുകളെ തിരിച്ചറിഞ്ഞെന്ന് പ്രവർത്തിക്കാൻ തയ്യാറായാൽ മതി. എന്നെ സംബന്ധിച്ച് ഈ അവസരത്തിലേക്ക് കടന്നു വന്നപ്പോൾ മാതൃഭൂമിയിൽ ജോലിയുണ്ട്. പക്ഷെ മാതൃഭൂമിയിൽ ജോലി ചെയ്ത സമയത്ത് ഇതിലേക്ക് വരുമ്പോൾ ഇതൊരു പുതിയ തുടക്കമാണ്. ഇതിൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു, പക്ഷെ പഠിച്ചു. അങ്ങനെ ഒരു വേദിയിൽ കയറി ഇന്ന് സംസാരിക്കാൻ എൻ്റെ ലീഡർ സിന്ധു മേഡം, ഇന്ന് നാഷണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ നിന്ന് പ്രവർത്തിക്കുന്ന സിന്ധു മേഡം, ഞങ്ങൾ സുഹൃത്തുക്കളെ ഒരുമിച്ച് പഠിച്ചതാണ്. സിന്ധു മേഡം, ഉദയൻ സാറൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച. സിന്ധു മേഡം എന്നോട് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ പെട്ടെന്ന് ചെന്നപ്പോൾ MC എന്ന് പറഞ്ഞപ്പോൾ ഇതിലേക്ക് രാവി അങ്ങ് പോയി 1 മിനിറ്റ് കൊണ്ട് മൊത്തം വേർത്ത ആളാണ്. ഇന്ന് സംസാരിക്കാൻ ഒരു മടിയുമില്ല, ആർക്കും അതിന് സാധിക്കും. കൂടെ വന്ന് എത്രയോ പേരെ അതുപോലെ സംസാരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട്. ഈ കഴിവുകളെ ഒന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറായാൽ മതി. അപ്പോൾ അപാരമായ കഴിവുകളുണ്ട് എല്ലാവർക്കും. ഞാൻ ഒരു ഉദാഹരണം കൂടെ സൂചിപ്പിക്കാം. അമിതാഭ് ബച്ചൻ ഇല്ലേ, അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ശബ്ദം റിവ്യൂ ചെയ്യാൻ ചെന്നിട്ട് ശബ്ദം റിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ ശബ്ദം കൊള്ളില്ല, പാറപ്പുറത്ത് ചിരട്ടിയിട്ടൊരയ്ക്കുന്ന പോലെയാന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പതറിയില്ല. അദ്ദേഹത്തിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹം ശ്രമം ഉപേക്ഷിക്കാതെ തുടർന്നുകൊണ്ടിരുന്നു. പിന്നീട് കാലം തെളിയിച്ചു, ഏറ്റവും കൂടുതൽ ശബ്ദത്തിന് പ്രതിഫലം വാങ്ങുന്ന വ്യക്തിയായി അദ്ദേഹം മാറിയില്ലേ. അപ്പോൾ നമ്മളെല്ലാവരും, നമ്മളെ കളിയാക്കും, കുറ്റപ്പെടുത്തുന്നവരുണ്ടാകും. നമ്മൾ തളരാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വിജയം എന്ന് പറയുന്നത് സുനിശ്ചിതമാണ്. ആ വിജയത്തിന്റെ ഒരു പാതയിലേക്ക് വളരെ വേഗത്തിൽ എത്തിക്കൊണ്ട് തലമുറകളിലേക്ക് ഈ വരുമാനം നേടിക്കൊടുക്കാൻ വേണ്ടി, തലമുറകളെ സേഫാക്കാൻ പറ്റുന്ന ഈ അവസരത്തെ നെഞ്ചോടെ ഏറ്റെടുത്ത് ശേഖരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായാൽ നമ്മൾക്കും ആഗ്രഹത്തിനൊത്ത് ജീവിക്കാം. സന്തോഷ് സാർ പോലെ നമ്മൾക്കും കോടീശ്വരനാകാം. ആ ഒരു അവസരത്തെ തിരിച്ചറിയുക. എന്നാണേലും ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ക്ഷണിച്ച ഉമർ സാറിന് കൃത്യമായൊരു നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ജീവിതത്തിൽ വിജയിച്ചു വന്ന വിജയമന്ത്രങ്ങൾ, ജീവിതത്തിൽ സക്സസ് ആകണമെന്ന ആഗ്രഹം ചെറുപ്പം മുതലുണ്ട്. ആ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ ശക്തമായി വിജയിക്കാൻ സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ശക്തമായി പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ചതിലൂടെ കിട്ടുന്ന സാധ്യതയെ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനും അതിലൂടെ അവരും വിജയിക്കുമ്പോൾ നമ്മളെല്ലാം സന്തോഷിച്ച് ഒരുമിച്ച് ഒരേ പാതയിൽ വിജയിച്ച് മുന്നേറാൻ പറ്റുന്ന ഒരു അവസരത്തെ ഇന്ന് കുറെ എൻ്റെ വിജയത്തിന്റെ സാധ്യതകളെ, എൻ്റെ കാഴ്ചപ്പാടുകളെ പറഞ്ഞു തരാൻ ശ്രമിച്ചതിന്, കുറെ ആളിലേക്ക് എത്തിച്ചതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്താണേലും ഈ ഒരു അവസരത്തിന്റെ സാധ്യതയെ തിരിച്ചറിയുക. വേൾഡ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി കുതിച്ചുയരുന്ന കാലഘട്ടത്തിൽ ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയുടെ ഭാഗമായി നിൽക്കാൻ സാധിച്ചതിൽ അഭിമാനം കൊള്ളണം നമ്മൾ ഓരോരുത്തരും. കാരണം വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ ബിസിനസ്സാണ് ഡയറക്ട് മാർക്കറ്റിംഗ് എന്നും, ആ ഡയറക്ട് മാർക്കറ്റിംഗ് മേഖലയിലെ നമ്പർ 1 കമ്പനി ആയുർവേദ വെൽനസ് ഉൽപ്പന്നങ്ങൾ ഇന്ന് 150-200 അടുത്തുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ MD ആലപ്പുഴ വന്ന് നമ്മളോട് സംസാരിച്ചു. വരുന്ന 5 വർഷത്തിനുള്ളിൽ 1000-നടുത്ത് പ്രൊഡക്റ്റുകളിലേക്ക് എത്തുമെന്ന്. 1000-നടുത്ത് പ്രൊഡക്റ്റുകളിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ സാധ്യത തിരിച്ചറിയുമ്പോൾ വരും കാലഘട്ടത്തിൽ കോഴ്സ് പഠിച്ച് പൂർത്തിയായ കുട്ടികളാണ് ഇതിലേക്ക് കടന്നു വരുന്നെങ്കിൽ ഇന്ന് തുടക്കത്തിൽ ഈ അവസരം കേൾക്കാൻ സാധിച്ച നമ്മൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്. അങ്ങനെ ഈ അവസരത്തിന്റെ സാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്ന് പ്രവർത്തിക്കാൻ ആദ്യമായി അവസരം കേട്ടവർക്കും ഇതിലൂടെ 4-5 വർഷം ശക്തമായി പ്രവർത്തിക്കാൻ തയ്യാറായാൽ അൺലിമിറ്റഡ് ഇൻകം നേടിക്കൊണ്ട് ആഗ്രഹത്തിന് ജീവിക്കുന്നവരായി മാറാൻ സർവശക്തൻ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എനിക്ക് തന്ന സമയം 6:45 അതുകൊണ്ട് തന്നെ നിർത്തുകയാണ്. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്.